SKSSF നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പാണക്കാട് കുടുംബാംഗം. സമസ്തയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഭീഷണിക്കത്ത് തയ്യാറാക്കിയതിന് പിന്നിൽ സത്താർ പന്തല്ലൂരാണെന്ന് പാണക്കാട് സമീർ അലി ശിഹാബ് തങ്ങൾ ആരോപിച്ചു. സമസ്തയ്ക്ക് പരാതി നൽകുമെന്നും സമീർ അലി തങ്ങൾ വ്യക്തമാക്കി. ഞാൻ എഴുതി വിട്ട ഫേസ്ബുക്കിലിട്ടത് കൈവിട്ടും വെടിവെച്ച് കൊല്ലലും ഈ കത്തും അന്വേഷിക്കട്ടെ എന്നാണ്. വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. കൈവിട്ടവനുകളെ റിപ്പോർട്ട് ചെയ്തു. ഈ കത്തും അവൻ്റെ അതിൻ്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. ആളുകളെ സാക്ഷികൾ ഹാജരാക്കാൻ നമ്മൾ തയ്യാറാണ്. അത് ഉസ്താമാർ പറഞ്ഞ സമയത്ത് അതാര് തന്നൊപ്പം നിങ്ങൾ ചോദിക്കരുത്. അത് ഉസ്താമാർ മുന്നിൽ ആവശ്യപ്പെടുന്ന സമയത്ത് അവരെ മുന്നിൽ ഞങ്ങൾ ഹാജരാക്കും. വിവാദമായ കൈവെട്ട് പരാമർശത്തിൽ സത്താർ പന്തല്ലൂരിനെ പിന്തുണച്ച് ഉമ്മർ ഫൈസി മുക്കം ഉൾപ്പെടെ ഒരു വിഭാഗം സമസ്ത നേതാക്കൾ രംഗത്തെത്തി. സത്താറിന്റെ വാക്കുകൾ ചിലർ വളച്ചൊടിച്ച് ദുഷ്പ്രചാരണം നടത്തിയെന്നാണ് സംയുക്ത പ്രസ്താവന. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഈ പാണക്കാട് കുടുംബാംഗം എന്താണ് പറയുന്നത് സത്താർ പന്തല്ലൂരിനെതിരെ? വേണു, 10 വർഷം മുന്നെയാണ് ഈ SKSSFന്റെ നിലവിലത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സത്താർ പന്തല്ലൂർ ഒരു കത്ത് തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഈ പാണക്കാട് കുടുംബാംഗം, ഒപ്പം തന്നെ SKSSFന്റെ മലപ്പുറം മേഖല സെക്രട്ടറി കൂടിയായിരുന്ന പാണക്കാട് സമീർ അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. ഈ കത്ത് സത്താർ പന്തല്ലൂരിൽ ഈ കത്തിലുണ്ടായിരുന്നത് സമസ്തയുടെ മുതിർന്ന നേതാക്കളായിരുന്ന കേന്ദ്ര മുഷാവറ അംഗങ്ങളുമായ AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, TM കോട്ടുമല ബാപ്പു മുസ്ലിയാർ, സംസ്ഥാന സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, ഇവർക്കെതിരെയുള്ള ഭീഷണിയും ഒപ്പം തന്നെ അധിക്ഷേപ പരാമർശങ്ങളുമായിരുന്നു ഈ കത്തിലുണ്ടായിരുന്നത്. ഈ കത്ത് കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സെന്ററിലുള്ള ഒരു ഓഫീസ് ജീവനക്കാരൻ നൽകുകയായിരുന്നു എന്നുള്ളതാണ് ഈ കത്തുമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാണക്കാട് സമീർ അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നേരത്തെയും ഈ നിലവിൽ ഈ കൈവിട്ട് പരാമർശം നടത്തിയ സത്താർ പന്തല്ലൂർ നേരത്തെയും ഇത്തരം വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം. ഇത് ചൂണ്ടിക്കാണിച്ച് നേരത്തെ തന്നെ സമസ്ത വിദ്യാഭ്യാസ ബോർഡിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ കാര്യമായ നടപടി അതുമായി ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ സമീർ അലി ശിഹാബ് തങ്ങളുടെ ആരോപണം. ഇതിന് പിന്നാലെ അദ്ദേഹം ഇപ്പോൾ ഇനി ഇത്തരം ഒരു പരാതി സമസ്ത മുഷാവറക്ക് നൽകാനുള്ള തീരുമാനത്തിലാണ് ഇദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാനും താൻ തയ്യാറാണ് എന്നും പാണക്കാട് എന്നുള്ള ഈ ആരോപണത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ കത്തിൽ ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം ഈ കത്തിലില്ല. അതുകൊണ്ട് തന്നെ 10 വർഷം മുന്നേ ഉള്ള കത്താണ്. രേഖകൾ ആരാണ് എഴുതിയത് എന്നത് ഇതിൽ. അതുകൊണ്ട് തന്നെ ഒരു ആരോപണം മാത്രമേ അവശേഷിക്കുക മാത്രമല്ല അദ്ദേഹം തയ്യാറാവുന്നത്. ഇതിന് കൃത്യമായ തെളിവ് കൈമാറാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതും ഇദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം നിലവിൽ ഈ സത്താർ പന്തല്ലൂരിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം സമസ്തയിലെ നേതാക്കൾ സംയുക്ത വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുള്ള K ഉമർ ഫൈസി മുക്കം, കേന്ദ്ര മുഷാവറ അംഗങ്ങളായ V അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി തുടങ്ങിയ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളാണ് സത്താർ പന്തല്ലൂരിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നത് സമുന്നതരായ നേതാക്കളെ സമൂഹ മാധ്യമത്തിൽ അവമതിക്കുന്ന ലക്ഷ്യത്തോടെ വാക്കുകൾ സന്ദർഭത്തിൽ നടത്തി മാറ്റിക്കൊണ്ട് ദുഷ്പ്രചാരണം നടത്താനാണ് ഒരു വിഭാഗത്തിന്റെ നീക്കം എന്നുള്ളതാണ് ഈ സത്താർ പന്തല്ലൂരിനെ പിന്തുണച്ചുകൊണ്ട് സംയുക്ത പ്രസ്താവന ഇറക്കിയ നേതാക്കൾ വ്യക്തമാക്കുന്നത്. വേണുദിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്താർ പന്തല്ലൂരിനെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധർ നീക്കം നടത്തുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്ന ഈ ആരോപണം. എന്നാൽ മറുഭാഗത്ത് ലീഗ് വിരുദ്ധരെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സത്താർ പന്തല്ലൂരിന് പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുള്ള പോര് മുറുകുകയാണ്. അതോടൊപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യത്തിൽ ഈ ലീഗും ഒപ്പം തന്നെ സമസ്തയും തമ്മിലുള്ള ഇത്തരം ഒരു തർക്കം നീണ്ടുപോകുന്നതിൽ കോൺഗ്രസിനും UDF അതിർത്തിക്കും ഇടയാക്കിയിട്ടുണ്ട്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.